ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് 100 ക്വസ്റ്റ്യൻസാണ് നോക്കാൻ പോകുന്നുള്ളത്. നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിനകത്ത് സുവോളജിക്കകത്ത് വരുന്നുള്ള കുറച്ച് 100 ക്വസ്റ്റ്യൻസാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്റ്റഡി ഓഫ് ദ സ്ട്രക്ചർ ഓഫ് ബോഡി പാർട്സ് ആൻഡ് ദെയർ റിലേഷൻഷിപ്സ് ടു വൺ അനദർ? എന്താണ് ചോദിച്ചിരിക്കുന്നത്? സ്റ്റഡി ഓഫ് ദ സ്ട്രക്ചർ ഓഫ് ബോഡി പാർട്സ് ആൻഡ് ദെയർ ഷിപ്സ് ടു വൺ അനദർ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? അനാട്ടമി എന്ന് പറയാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മറ്റുള്ള ഓപ്ഷൻസ് കൂടി ഒന്ന് നോക്കുക. ഫിസിയോളജി എന്ന് വെച്ചാൽ എന്താണ്, പാത്തോളജി എന്ന് വെച്ചാൽ എന്താണ്, അതുപോലെ തന്നെ ഹിസ്റ്റോളജി എന്ന് വെച്ചാൽ എന്താണ്. പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് റിവൈസ് കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ. നെക്സ്റ്റ്, വിച്ച് ബ്രാഞ്ച് ഓഫ് അനാട്ടമി ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ടിഷ്യൂസ്? അപ്പോൾ ടിഷ്യൂസിനെ കുറിച്ച് റിലേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഹിസ്റ്റോളജി എന്ന് പറയാം അല്ലേ. സെൽസിനെ കുറിച്ചായിരുന്നെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? സൈറ്റോളജി എന്ന് പറയും. പിന്നെ എംബ്രിയോളജി, അതൊക്കെ ഒന്ന് നോക്കി വെക്കാം. സ്റ്റഡി ഓഫ് ദ ഫങ്ഷൻ ഓഫ് ബോഡി സ്ട്രക്ചേഴ്സ് ഇസ് നോൺ ആസ്. അപ്പോൾ ബോഡി സ്ട്രക്ചേഴ്സിനെ കുറിച്ചുള്ള സ്റ്റഡി, അതായത് ഫങ്ഷൻ ഓഫ് ബോഡി സ്ട്രക്ചേഴ്സ് ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫിസിയോളജി അല്ലേ, ഇപ്പോൾ നമ്മൾ എക്സ്ക്രീഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, സർക്കുലേഷൻ, അങ്ങനെ ഓരോരോ ഫിസിയോളജി പരമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ ഓരോ ബോഡി സ്ട്രക്ചേഴ്സിൻ്റെയും ഫങ്ഷനെ കുറിച്ച് പഠിക്കുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്? ഫിസിയോളജി എന്ന് പറയുന്നു. അനാട്ടമി എന്ന് പറയുമ്പോൾ ബോഡി പാർട്സിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ റിലേഷൻഷിപ്സും ആണെങ്കിൽ അത് അനാട്ടമി എന്ന് പറയുന്നു. ഫിസിയോളജി അതിൻ്റെ ഫങ്ഷൻസ് ആണ്. സെൽസിനെ കുറിച്ചാണെങ്കിൽ സൈറ്റോളജി, ടിഷ്യൂസിനെ കുറിച്ചാണെങ്കിൽ ഹിസ്റ്റോളജി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് അനാട്ടമി ഫോക്കസസ് ഓൺ സ്ട്രക്ചർ ദാറ്റ് ക്യാൻ ബി സീൻ വിത്ത് ദ നേക്കഡ് ഐ? അപ്പോൾ അതിനകത്ത് ഗ്രോസ് അനാട്ടമി എന്ന് വെച്ചാൽ എന്താണ്? അത് ഒരു ടൈപ്പ് ഓഫ് അനാട്ടമിയാണ്. അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ദാറ്റ് ഫോക്കസസ് ഓൺ സ്ട്രക്ചേഴ്സ് ദാറ്റ് ക്യാൻ ബി സീൻ വിത്ത് ദ നേക്കഡ് ഐ. ഓക്കെ, നേക്കഡ് ഐ ആയിട്ട് കാണാൻ പറ്റുന്നുള്ള സ്ട്രക്ചേഴ്സിനെ വെച്ചിട്ടുള്ള സ്റ്റഡീസിനെയാണ് നമ്മൾ ഗ്രോസ് അനാട്ടമി എന്ന് പറയുന്നത്. വിച്ച് സിസ്റ്റം ഓഫ് ദ ബോഡി ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് ഹോർമോൺസ്? ഹോർമോൺസ് ഏത് സിസ്റ്റത്തിനകത്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എൻഡോക്രൈൻ സിസ്റ്റത്തിനകത്താണ്. ഓക്കെ, ഇതൊക്കെ സിമ്പിളാണ്. എൻഡോക്രൈൻ സിസ്റ്റത്തിനകത്താണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ലിവിങ് കണ്ടന്റ് ഓഫ് എ സെൽ ഇൻക്ലൂഡിങ് സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്? അപ്പോൾ സൈറ്റോപ്ലാസത്തിന്, നമ്മുടെ സെൽസിനകത്ത് സൈറ്റോപ്ലാസും അതുപോലെ തന്നെ ന്യൂക്ലിയസും അടങ്ങുന്നുള്ള ആ ഒരു പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പ്രോട്ടോപ്ലാസം എന്ന് പറയുക. ഓക്കെ, പ്രോട്ടോപ്ലാസം. അപ്പോൾ സെൽസിൻ്റെ ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം, അത് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പബ്ലിഷ് ചെയ്യാനുള്ള താമസം മാത്രമേ ഉള്ളൂ. ആവശ്യമാണെങ്കിൽ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. സെൽസിൻ്റെ അത് സിമ്പിൾ ആയതുകൊണ്ടാണ് അത് പബ്ലിഷ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ എന്താണ്? സൈറ്റോപ്ലാസത്തിന് ന്യൂക്ലിയസിന് ഒരുമിച്ച് ചേർന്നിട്ട് നമ്മൾ എന്ത് പറയും? പ്രോട്ടോപ്ലാസം എന്ന് പറയും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോമ്പോണൻറ്റ് ഓഫ് പ്രോട്ടോപ്ലാസം? അപ്പോൾ ഈ പ്രോട്ടോപ്ലാസം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? സൈറ്റോപ്ലാസം ഉണ്ട്, അതുപോലെ തന്നെ ന്യൂക്ലിയസും അടങ്ങുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, വാട്ടർ ഉണ്ട്, എന്തില്ല? അയൺ ഇല്ല അല്ലെ. അയൺ ഏതിനകത്ത് വരുന്നില്ല? നമ്മുടെ പ്രോട്ടോപ്ലാസത്തിനകത്ത് വരുന്നില്ല. വാട്ട് പെർസെൻറ്റേജ് ഓഫ് പ്രോട്ടോപ്ലാസം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വാട്ടർ? എത്ര പെർസെൻറ്റേജ് ആണ് വാട്ടർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? അറൗണ്ട് ഒരു 60 to 90% ഈ പ്രോട്ടോപ്ലാസം എന്ന് വെച്ചാൽ എന്താണ്? വാട്ടറാണ്. ഓക്കെ, പ്രോട്ടോപ്ലാസത്തിൽ ഒരു 60 to 90% എന്ത് വരുന്നുണ്ട്? വാട്ടർ വരുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പ്രോട്ടോപ്ലാസം? ക്യാരക്ടറിസ്റ്റിക് ഓഫ് പ്രോട്ടോപ്ലാസം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് നോൺ ലിവിങ്, ഇറ്റ് ഈസ് സ്റ്റാറ്റിക്, ഇറ്റ് ഈസ് ക്യാപ്പബിൾ ഓഫ് മൂവിങ്, ഇറ്റ് ലാക്സ് എ ന്യൂക്ലിയസ്. ഇറ്റ് ഈസ് ക്യാപ്പബിൾ ഓഫ് മൂവ്മെൻ്റ് ആണ് പ്രോട്ടോപ്ലാസത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് വരുന്നുള്ളത്. ഓപ്ഷൻ എ, ഇറ്റ് ഈസ് നോൺ ലിവിങ്. അതൊരിക്കലും നമുക്ക് നോൺ ലിവിങ് അല്ല, ലിവിങ് ആണ് അല്ലേ, ലിവിങ് കോമ്പോണൻ്റ് ആണ്, നമ്മുടെ സെല്ലിനകത്താണ് ഇത് പ്രസൻ്റ് ആയിരിക്കുന്നത്. ഇറ്റ് ഈസ് സ്റ്റാറ്റിക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അതിന് എന്താണ്? മൂവ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. പിന്നെ ഇറ്റ് ലാക്സ് ന്യൂക്ലിയസ്, നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസും സൈറ്റോപ്ലാസും കൂടി ചേരുന്നതാണ് പ്രോട്ടോപ്ലാസം. അപ്പോൾ ഇവിടെ കറക്റ്റ് വരിക ഇറ്റ് ഈസ് ക്യാപ്പബിൾ ഓഫ് മൂവ്മെൻ്റ് ആണ്. വിച്ച് പ്രോപ്പർട്ടി ഓഫ് പ്രോട്ടോപ്ലാസം ഹെൽപ്സ് ഇൻ ദ കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസ്? അപ്പോൾ ഈ പ്രോട്ടോപ്ലാസം, നമ്മൾ നെർവ് ഇമ്പൾസ് ഉണ്ടല്ലോ, അതായത് കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്ന നമ്മുടെ നെർവ് സിസ്റ്റം, അതൊക്കെ പഠിച്ചില്ലേ. അതിനകത്ത് നമ്മുടെ പ്രോട്ടോപ്ലാസത്തിൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ് നെർവ് ഇമ്പൾസിനെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറിറ്റബിലിറ്റി എന്ന് പറയുന്നുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഏതാണ്? ഇറിറ്റബിലിറ്റി. നെക്സ്റ്റ്, ആനിമൽ സ്ട്രക്ചർസ്, സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. ദ സെൽ മെംബ്രെയിൻ ഈസ് പ്രൈമർലി കമ്പോസ്ഡ് ഓഫ്. ഈ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? DNA-യോ RNA-യോ എൻസൈംസോ ലിപ്പിഡ്സോ അങ്ങനെയൊന്നുമല്ല. എൻസൈംസ് ആൻഡ് ലിപ്പിഡ്സ് എന്നാണ് കേട്ടോ. ഓപ്ഷൻ ഡി. അപ്പോൾ അത് വരില്ല. പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് വാട്ടർ വരില്ല. പിന്നെ എന്താ വരിക? പ്രോട്ടീൻസും ഫോസ്ഫോ ലിപ്പിഡ്സും കൊണ്ടാണ് നമ്മുടെ സെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തൊക്കെ കൊണ്ടാണ്? പ്രോട്ടീൻസും ഫോസ്ഫോ ലിപ്പിഡ്സും. പിന്നെ എപ്പോഴും കാണപ്പെടുന്ന ഒരു ക്വസ്റ്റ്യനാണ് വിച്ച് ഓർഗനൽ ഈസ് നോൺ ആസ് ദ പവർ ഹൗസ് ഓഫ് ദ സെൽ? ഏതാണ്? മൈറ്റോകോൺട്രിയ.
വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് റൈബോസോം? റൈബോസോമിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്താണ്? റൈബോസോമിൻ്റെ ഫംഗ്ഷൻ എന്താണ്? പ്രോട്ടീൻ സിന്തസിസ്. അതുപോലെ തന്നെ യൂക്യാരിയോട്സിനകത്ത് കാണപ്പെടുന്നുള്ള റൈബോസോം ഏത് ടൈപ്പാണ്, പ്രൊക്യാരിയോട്സിനകത്ത് ഏതാണ് എന്നൊക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ നമ്മൾ ATS എന്നൊക്കെ പറയുമ്പോൾ ആ എസ് എന്താണ് സൂചിപ്പിക്കുന്നത്? സ്വെഡ്ബർഗ് യൂണിറ്റ് ആണ്. അങ്ങനെ ആ റൈബോസോമിനെ കുറിച്ച് അറിയാത്ത കാര്യങ്ങളൊക്കെ, മറന്നുപോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. എന്താണ് ഫംഗ്ഷൻ? റൈബോസോമിൻ്റെ പ്രോട്ടീൻ സിന്തസിസ്. നെക്സ്റ്റ്, ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ടല്ലേ. ന്യൂക്ലിയർ എൻവലപ്പ് എന്തിനു ചുറ്റും ഉണ്ടാവുക? ന്യൂക്ലിയർ എൻവലപ്പ് സറൗണ്ട്സ് ദ ന്യൂക്ലിയസ് അല്ലേ. ന്യൂക്ലിയസിൻ്റെ എൻവലപ്പിനെയാണ് നമ്മൾ ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ന്യൂക്ലിയോലസ് ഈസ് മെയിൻലി ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ്. ന്യൂക്ലിയോലസ് എന്തിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഇൻവോൾവ് ചെയ്യുന്നത്? റൈബോസോംസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. ന്യൂക്ലിയോലസ് ഈസ് മെയിൻലി ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് റൈബോസോംസ്. ഓക്കെ, ഇനി നമ്മൾ മെല്ലെ സെൽസ് കഴിഞ്ഞു, ടിഷ്യൂസിലോട്ട് പോവാണ്. എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ടല്ലേ, ഒരു ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. അതെന്താണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻ? അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ആണ് അല്ലെ. പ്രൊട്ടക്ഷൻ ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ്, കണക്റ്റീവ് ടിഷ്യൂ. ബ്ലഡ് എന്ന് പറയുന്നത് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബോൺ ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. കാർട്ടിലേജ് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. എന്നാൽ ന്യൂറോൺ ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണോ? അല്ല. ന്യൂറോൺ ഒരിക്കലും ഒരു കണക്റ്റീവ് ടിഷ്യൂ അല്ല. ന്യൂറോൺ സെൽസ് ആണ് അല്ലേ. അപ്പോൾ ന്യൂറോൺ സെൽസ് ഒരിക്കലും എന്താണ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ബോണ്, ബ്ലഡ്, കാർട്ടിലേജ് ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? കണക്റ്റീവ് ടിഷ്യൂവിന് എക്സാമ്പിളാണ്. വിച്ച് ടൈപ്പ് ഓഫ് മസിൽ ടിഷ്യൂ ഈസ് വോളണ്ടറി? അപ്പോൾ നമുക്ക് സ്കെൽറ്റൽ മസിൽ ഉണ്ട്, അതുപോലെ തന്നെ സ്മൂത്ത് മസിൽ ഉണ്ട്, കാർഡിയാക് മസിൽ ഉണ്ട്. അതിനകത്ത് സ്കെൽറ്റൽ മസിൽസ് ആണ് വോളണ്ടറി. ഓക്കെ, വോളണ്ടറി മസിൽ എന്നറിയപ്പെടുന്നത് സ്കെൽറ്റൽ മസിലാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്മൂത്ത് മസിലും കാർഡിയാക് മസിൽ അല്ലേ, ബാക്കിയുള്ള മസിൽസൊക്കെ എന്താണ്? ഇൻവോളണ്ടറി ആയിട്ടുള്ള മസിൽസ് ആണ്. ഓക്കെ, അതൊക്കെ എവിടെയാണ് കാണപ്പെടുന്നത്? അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഓർത്ത് വെക്കണം. വിച്ച് ഓർഗൻ സിസ്റ്റം ഈസ്, അതുപോലെ തന്നെ മസിൽസിൻ്റെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ പ്ലേലിസ്റ്റിനകത്ത് നോക്കിയാൽ മതി. അത് ഓൾറെഡി പബ്ലിക്കായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. വിച്ച് ടൈപ്പ് ഓഫ് മസിൽ ടിഷ്യൂ ഈസ് വോളണ്ടറി നമ്മൾ പറഞ്ഞു. വിച്ച് ഓർഗനൈസ് സിസ്റ്റം ഈസ് റെസ്പോൺസിബിൾ ഫോർ ബ്രേക്കിംഗ് ഡൗൺ ഫുഡ് ഇൻ ടു അബ്സോർബിൾ യൂണിറ്റ്സ്? ഏത് സിസ്റ്റമാണ്? ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് അല്ലേ. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്താണ് നമ്മുടെ ഫുഡിനെ എന്താണ് അബ്സോർബിൾ യൂണിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. നമ്മുടെ ബോഡീൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഏതാണ്? സെല്ലാണ് അല്ലേ. അതേപോലെ നമ്മൾ എക്സ്ക്രീഷൻ പഠിച്ചപ്പോൾ പറഞ്ഞു, എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്താണ്? നെഫ്രോൺസ് ആണ്. അതുപോലെ തന്നെ ഓരോ സിസ്റ്റത്തിനകത്തും എന്തുണ്ട്? അതിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ നെർവസ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്താണ്? ന്യൂറോൺ ആണ്. നെഫ്രോണും ന്യൂറോണും വരുമ്പോൾ ഒരിക്കലും മാറിപ്പോയത് എന്താണ്? ന്യൂറോൺ ആണ്. ഇനി ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലോട്ട് നമ്മൾ വരികയാണ്. ഡൈജഷൻ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? മൗത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. ഇപ്പോൾ നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഒക്കെ ഡൈജഷൻ മൗത്തിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പ്രോട്ടീൻസിൻ്റെ മൗത്തിൽ വെച്ച് നടക്കുന്നില്ലെങ്കിലും ഡൈജഷൻ എന്ന് കോമൺലായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? മൗത്തിൽ നിന്നാണ്. ഇനി നമ്മുടെ ബോഡിക്കകത്ത് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി ഏതാണ്? ലിവറാണ് ലാർജസ്റ്റ് ഗ്ലാൻഡായിട്ട് കഴിക്കുന്നത്. വിച്ച് എൻസൈം ബ്രേക്സ് ഡൗൺ പ്രോട്ടീൻസ് ഇൻ ദ സ്റ്റൊമക്ക്? സ്റ്റൊമക്കിനകത്ത് വെച്ചിട്ട് നമ്മുടെ പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് ഏത് എൻസൈമാണ്? പെപ്സിനാണ്. ഈ പെപ്സിൻ്റെ ഒപ്റ്റിമം pH ഒന്ന് നോക്കി വെക്കണം. ഓക്കെ, പിന്നെ പെപ്സിനോജൻ പെപ്സിനായിട്ട് മാറുന്നതും ആ ഒരു ഇതുണ്ടല്ലോ കൺവേർഷൻ, എന്താണ് സൈമോജൻ, അതായത് ഇനാക്റ്റീവ് ഫോമായിട്ടുള്ള എൻസൈം ആക്റ്റീവ് ഫോമായിട്ട് മാറുന്നതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക, അതിൻ്റെ കറക്റ്റ് മെക്കാനിസം. ഓക്കെ, അബ്സോർപ്ഷൻ ഓഫ് മോസ്റ്റ് ന്യൂട്രിയൻസ് ഒക്കേഴ്സ് ഉണ്ട്. അബ്സോർപ്ഷൻ എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് അബ്സോർപ്ഷൻ നടക്കുന്നുള്ളത്. വിച്ച് പാർട്ട് ഓഫ് ദി ഡൈജസ്റ്റ് സിസ്റ്റം സ്റ്റോർസ് ബൈൽ? ബൈൽ എവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക? ഗോൾ ബ്ലാഡറിനകത്താണ് എന്താണ് ബൈൽ സ്റ്റോർ ചെയ്തിട്ട് ഉള്ളത്. നെക്സ്റ്റ് നോക്കി, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഹാർട്ട് ലെയേഴ്സ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കോൺട്രാക്ഷൻ ആൻഡ് പമ്പിങ് ആക്ഷൻ? അപ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ ലെയേഴ്സ് നമുക്കറിയാം. അതിനകത്ത് കോൺട്രാക്ഷനും പമ്പിങ് ആക്ഷനും റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് ഏത് ലെയറാണ്? മയോകാർഡിയമാണ്. ഓക്കെ, നെക്സ്റ്റ്, ദ പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് വിച്ച് ഇനീഷ്യേറ്റ്സ് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഈസ് ദ, എന്താണ് പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് വിച്ച് ഇനീഷ്യേറ്റ്സ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആണ് SA നോഡ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, SA നോഡാണ് എന്ത്? പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് വിച്ച് ഇനീഷ്യേറ്റ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ്. അപ്പോൾ സർക്കുലേഷൻ്റെയോ റെസ്പിറേഷൻ്റെയോ അതുപോലെ തന്നെ ലോക്കോമോഷൻ്റെയോ ഏതെങ്കിലും ക്ലാസ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് പറയാം. ഡൈജഷൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അത് മാത്രമേ എന്താണ് ചെയ്യുന്നുള്ളൂ. വെറുതെ നമ്മളെല്ലാ ടോപ്പിക്കും ചെയ്തിട്ട് കാര്യമില്ലല്ലോ.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഹാസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് എഫക്റ്റ് ഓൺ ബ്ലഡ് വിസ്കോസിറ്റി. അപ്പോൾ ബ്ലഡ് വിസ്കോസിറ്റിനകത്ത് ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് എഫക്റ്റ് ഉണ്ടാക്കുന്നുള്ള ഒരു ഫാക്ടറാണ് ഹെമാറ്റോക്രിറ്റ് ലെവൽ. ഓക്കെ, ഹെമാറ്റോക്രിറ്റ് ലെവലാണ് നമ്മുടെ ബ്ലഡ് വിസ്കോസിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. വിച്ച് വസ്കുലർ സ്ട്രക്ചർ എക്സ്പീരിയൻസ് ദ ഹയസ്റ്റ് ബ്ലഡ് പ്രഷർ. അപ്പോൾ നമ്മുടെ വെയിൻസ്, ക്യാപ്പിലറീസ്, ആർട്ടീരിയോൾസ്, അതുപോലെ തന്നെ അയോട്ടയൊക്കെ എടുക്കുകയാണെങ്കിൽ ഹയസ്റ്റ് ബ്ലഡ് പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആരാണ്? അയോട്ടയാണ്. ഓക്കെ, അയോട്ടയാണ് ഹയസ്റ്റ് ബ്ലഡ് പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദ ലിംഫാറ്റിക് സിസ്റ്റം ഇൻ സർക്കുലേഷൻ ഇസ് ടു. സർക്കുലേഷനിൽ നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? ടു റിട്ടേൺ ദ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് ടു ദ ബ്ലഡ്. ഓക്കെ, ബ്ലഡിനകത്തേക്ക് എന്ത് ചെയ്യുക? ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിനെ റിട്ടേൺ ചെയ്യുക. അതാണ് എന്തിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ? നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ പ്രൈമറി ഫംഗ്ഷനായിട്ട് വരുന്നുള്ളത്. ഡ്യൂറിങ് സിസ്റ്റോൾ വിച്ച് ഹാർട്ട് വാൾസ് റിമെയിൻ ക്ലോസ്ഡ്. അപ്പോൾ ഡയസ്റ്റോളും സിസ്റ്റോളും ഇത് രണ്ട് കണ്ടീഷനും കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഒരു കുഞ്ഞ് നോട്ട് പാഡ് എടുത്തിട്ട് എന്ത് ചെയ്യണം? ആവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുള്ള ഓരോ മോഡ്യൂളിനകത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഓർത്ത് വെക്കേണ്ട കുറച്ച് പോയിന്റ്സ് എടുത്ത് വെക്കുക. ഡെയിലി രാവിലെ അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയിരിക്കുമ്പോൾ ഒക്കെ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം. ഓക്കെ, സോ ഡ്യൂറിങ് സിസ്റ്റോൾ നമ്മുടെ ഹാർട്ട് വാൾസ് ഏതൊക്കെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്? ട്രൈക്കസ്പിഡും മിത്രാൽ വാൾസും ആണ് എന്തായിരിക്കുന്നത്? ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡയസ്റ്റോളിൻ്റെ ടൈമിൽ എങ്ങനെയാണ് കണ്ടീഷൻ? സിസ്റ്റോളിൻ്റെ ടൈമിലുള്ള കണ്ടീഷൻ ഇത് രണ്ടും മാറിപ്പോവാതെ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ഒരു ലോ ആണ് ദ ഫ്രാങ്ക് സ്റ്റാർലിംഗ് ലോ ഓഫ് ദ ഹാർട്ട് സ്റ്റേറ്റ്സ് ദാറ്റ്. എന്താണ് ആ ലോൻ്റെ പേര് മാറിപ്പോയത്? ഫ്രാങ്ക് സ്റ്റാർലിംഗ് ലോ ഓഫ് ദ ഹാർട്ട് സ്റ്റേറ്റ്സ് ദാറ്റ് ആൻ ഇൻക്രീസ് ഇൻ വീനസ് റിട്ടേൺ ഇൻക്രീസസ് കാർഡിയാക് ഔട്ട്പുട്ട്. എന്താണ്? വീനസ് റിട്ടേണിൽ ഒരു ഇൻക്രീസ് ഉണ്ടെങ്കിൽ കാർഡിയാക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നു. സോ ആൻ ഇൻക്രീസ് ഇൻ വീനസ് റിട്ടേൺ ഇൻക്രീസസ് കാർഡിയാക് ഔട്ട്പുട്ട്. ഏത് ലോ ആണ്? ഫ്രാങ്ക് സ്റ്റാർലിംഗ് ലോ. നെക്സ്റ്റ്, വിച്ച് കോമ്പോണൻറ്റ് ബ്ലഡ് കോമ്പോണൻറ്റ് ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ ക്ലോട്ട് ഫോർമേഷൻ. നമുക്കറിയാം ക്ലോട്ട് ഫോർമേഷന് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് ത്രോംബോസൈറ്റ്സ് എന്നൊക്കെ അറിയപ്പെടുന്നുള്ള നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ക്ലോട്ടിംഗ് ഫാക്ടർ ഈസ് ആബ്സെൻറ്റ് ഇൻ ഹീമോഫീലിയ എ. ഹീമോഫീലിയ എ എന്ന് പറയുന്നത് ഒരു ഡിസീസ്ഡ് കണ്ടീഷനാണ്, അല്ലെ ഡിസീസ് കണ്ടീഷനാണ്. അപ്പോൾ അവിടെ ഏത് ഫാക്ടറാണ് ആബ്സെൻ്റ് ആയിരിക്കുന്നത്? ഏത് ക്ലോട്ടിംഗ് ഫാക്ടറാണ്? ഫാക്ടർ 8 ആണ്. ഹീമോഫീലിയ എ ഫാക്ടർ 8 ആണ് ആബ്സെൻ്റ് ആയിരിക്കുന്നത്. വിച്ച് ഇസ് ദ മേജർ റോൾ ഓഫ് ആൽബുമിൻ ഇൻ പ്ലാസ്മ. പ്ലാസ്മേൻ്റെ മെയിൻ റോൾ എന്താണ്? പ്ലാസ്മേനകത്ത് പ്രസൻ്റ് ആയിരിക്കുന്ന നമ്മുടെ ആൽബുമിൻ്റെ മെയിൻ റോൾ എന്താണ്? മെയിൻറ്റെയിനിങ് ദ ഓങ്കോട്ടിക് പ്രഷർ. എന്താണ്? മെയിൻറ്റെയിനിങ് ഓങ്കോട്ടിക് പ്രഷർ. അപ്പോൾ പ്ലാസ്മേനകത്ത് പ്രസൻ്റ് ആയിരിക്കുന്ന മറ്റ് പ്രോട്ടീൻസിൻ്റെ ഫങ്ഷൻസ് കൂടി ഒന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നമ്മൾ ഇമ്മ്യൂണോളജിയിലോട്ട് പോവാണ്. വിച്ച് ഇമ്മ്യൂൺ സെൽസ് ആർ പ്രൈമർലി ഇൻവോൾവ് ഇൻ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ. ആൻറ്റിബോഡി പ്രൊഡക്ഷനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് ഇമ്മ്യൂൺ സെൽസ് ആണ്? ബി ലിംഫോസൈറ്റ്സ് ആണ്. ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ബി ലിംഫോസൈറ്റ്സ്. നെക്സ്റ്റ്, ദ പ്രോസസ് ബൈ വിച്ച് ന്യൂട്രോഫിൽസ് ആൻഡ് മാക്രോഫേജസ് എൻഗൾഫ് ആൻഡ് ഡൈജസ്റ്റ് പാത്തോജൻസ് ഈസ് കോൾഡ്. അപ്പോൾ നമ്മുടെ എന്താണ് മാക്രോഫേജസും അതുപോലെ തന്നെ ന്യൂട്രോഫിൽസും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്യുന്നുള്ള പാത്തജൻസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. ഏത് പ്രോസസ്സിലൂടെയാണ്? ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ്. അതിനകത്ത് അവരെന്താ ചെയ്യുന്നുള്ളത്? ആ പർട്ടിക്കുലർ പാത്തോജനെ എൻഗൾഫ് ചെയ്തിട്ട് ഡൈജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിനാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മറ്റ് ഓപ്ഷൻസിൻ്റെ ഡെഫിനിഷൻ കൂടി ഒന്ന് ജസ്റ്റ് പോയി നോക്കുക. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഈസ് ദ ഫസ്റ്റ് ടു റെസ്പോണ്ട് ടു ആൻ ഇൻഫെക്ഷൻ. അപ്പോൾ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിനാണ്? IgM ആണ്. അതുപോലെ തന്നെ അലർജീൻ്റെ ടൈമിൽ ഉണ്ടാകുന്നുള്ളത് ഏത് ടൈപ്പ് ഇമ്മ്യൂണോഗ്ലോബുലിനാണ്? പ്ലാസൻ്റയിലൂടെ പാസ് ചെയ്യുന്നുള്ളത് ഏത് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിനാണ്? അതുപോലെ തന്നെ കൊളസ്ട്രോത്തിനകത്ത് പ്രസൻ്റ് ആയിരിക്കുന്ന ഏത് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിനാണ്? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഒരു ഫസ്റ്റ് റെസ്പോണ്ട് ടു ആൻ ഇൻഫെക്ഷൻ ആരാണ്? IgM ആണ്. Next, the failure of the immune system to recognize self-antigens and attack its own tissues leads to. അതായത് നമ്മുടെ ബോഡിക്കകത്ത് പ്രസൻ്റ് ആയിരിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടല്ലോ, ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് നമ്മുടെ സ്വന്തം ബോഡിനകത്തുള്ള സെൽഫ് ആൻറ്റിജൻസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാതിരിക്കുകയും അവർ പോയിട്ട് നമ്മുടെ സ്വന്തം ടിഷ്യൂസിനെ പോയി അറ്റാക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയാം. മനസ്സിലായല്ലോ? നമ്മുടെ സെൽഫ് ആൻറ്റിജൻസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അതിനെ പോയി അവർ അറ്റാക്ക് ചെയ്യുന്നു. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുക? ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്. നമ്മൾ റിമറ്റോയിഡ് ആർത്രൈറ്റിസ് ഒക്കെ എന്തിന് എക്സാമ്പിളാണ് ഈ പറഞ്ഞിരിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിന് എക്സാമ്പിളാണ്. പ്രൈമറി ഫംഗ്ഷൻ ഓഫ് സൈറ്റോടോക്സിക് T സെൽസ്. എന്താണ് സൈറ്റോടോക്സിക് T സെൽസിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്? കിൽസ് വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ്. വൈറസ് ഇൻഫെക്റ്റഡ് സെൽസിനെ കില്ല് ചെയ്യുകയാണ് സൈറ്റോടോക്സിക് T സെൽസിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ. വിച്ച് സൈറ്റോകൈൻ ഈസ് ക്രൂഷ്യൽ ഇൻ ദ ആക്ടിവേഷൻ ഓഫ് T ഹെൽപ്പർ സെൽസ്. T ഹെൽപ്പർ സെൽസിൻ്റെ ആക്ടിവേഷന് വേണ്ടിയിട്ട് ക്രൂഷ്യൽ ആയിരിക്കുന്ന ഒരു സൈറ്റോകൈനാണ് IL-2. ഓക്കെ, ഏതാണ് IL-2? ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്? IL-2 എന്ന് പറയുന്ന സൈറ്റോകൈനാണ്.
നെക്സ്റ്റ് ഇൻഫ്ലമേഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഓൾ എക്സെപ്റ്റ്. ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കറിയാം കുറച്ച് സ്വെല്ലിങ് ഉണ്ടാവും അല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നമുക്ക് ഒരുപാട് പ്രാവശ്യം നമുക്ക് തന്നെ ഇൻഫ്ലമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓർത്ത് നോക്കിയേ, സ്വെല്ലിങ് ഉണ്ടാവും, ചെറുതായിട്ടൊരു റെഡ് കളർ ഉണ്ടാവും അല്ലേ, എന്തായാലും ഒരു പിങ്ക് കളർ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ എന്തുകൂടെ ഉണ്ടാവും, കുറച്ച് ഹീറ്റ് കൂടെ അവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. നമ്മളിപ്പോൾ നമ്മുടെ സ്കിൻ സർഫസിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവും, ചെറിയ ചൂടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ എന്താണ് ക്യാരക്ടറൈസേഷനാണ്, നമ്മുടെ ഇൻഫ്ലമേഷനെയാണ്. പക്ഷെ എന്ത് വരുന്നില്ല, ഇൻക്രീസ്ഡ് ഓക്സിജനേഷൻ അവിടെ വരുന്നില്ല. അപ്പോൾ അതായിരിക്കും അവിടെ കറക്റ്റ് ഓപ്ഷൻ. ദ പ്രൈമറി റീസൺ ഫോർ ഇമ്മ്യൂണൈസേഷൻ ഫെയിലിയർ ഇൻ സം ഇൻഡിവിജ്വൽസ്. അതായത് ചില ഇൻഡിവിജ്വൽസിനകത്ത് എന്താണ് ഇമ്മ്യൂണൈസേഷൻ ഫെയിലിയർ ഉണ്ടാവാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ആൾക്കാരിലും ഈ ഇമ്മ്യൂൺ റെസ്പോൺസ് ഒരുപോലെ ആയിരിക്കില്ല, അവിടെ ചില വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ജനറ്റിക് വേരിയബിലിറ്റി, ആ ഇമ്മ്യൂൺ റെസ്പോൺസിൽ ഉണ്ടാകുന്നുള്ള ജനറ്റിക് വേരിയബിലിറ്റി കാരണമാണ് ഇമ്മ്യൂണൈസേഷൻ ഫെയിലിയർ ചില ഇൻഡിവിജ്വൽസിൽ ഉണ്ടാകുന്നത്. HIV പ്രൈമർലി ഇൻഫെക്ട്സ് വിച്ച് ടൈപ്പ് ഓഫ് ഇമ്മ്യൂൺ സെൽ. നമുക്കറിയാം HIV എന്ന് പറയുന്നത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസാണ്, എയ്ഡ്സ് കോസ് ചെയ്യുന്നുള്ള വൈറസാണ്. പ്രധാനമായിട്ട് അവരെന്താ ചെയ്യുന്നത്, മെയിനായിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയാണ് അവർ ബാധിക്കുന്നത്. അപ്പോൾ ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഏത് ടൈപ്പ് ഓഫ് സെല്ലിനെയാണ്, T ഹെൽപ്പർ സെൽസിനെയാണ് അവർ പോയി എഫക്റ്റ് ചെയ്യുന്നത്. വിച്ച് ഇമ്മ്യൂൺ റെസ്പോൺസ് ഈസ് ഇൻവോൾവ് ഇൻ അനാഫൈലാക്റ്റിക് ഷോക്ക്. അനാഫൈലാക്റ്റിക് ഷോക്കിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്, IgE മീഡിയേറ്റഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ്. ഓക്കെ, അനാഫൈലാക്റ്റിക് ഷോക്കിനകത്ത് IgE മീഡിയേറ്റഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ്. നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിലോട്ട് പോവാണ്. റെസ്പിറേറ്ററി സെൻറ്റർ, അതെ, നമ്മുടെ മെഡുല്ല ഒബ്ലാങ്കറ്റയാണ് റെസ്പിറേറ്ററി സെൻറ്റർ. അവിടെയാണ് നമ്മുടെ റെസ്പിറേറ്ററി സെൻറ്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എവിടെയാണ്, മെഡുല്ല ഒബ്ലാങ്കറ്റയിൽ. നെക്സ്റ്റ്, വിച്ച് സ്ട്രക്ചർ പ്രിവെൻറ്റ്സ് ഫുഡ് ഫ്രം എൻറ്ററിങ് ദ ട്രക്കിയ. നമുക്കറിയാം നമ്മുടെ ഫുഡ് പൈപ്പും അതുപോലെ തന്നെ വിൻ പൈപ്പിനും കോമൺ എൻട്രി ആണുള്ളത് അല്ലേ. അപ്പോൾ പക്ഷേ നമ്മുടെ ഒരിക്കലും ഭക്ഷണം കഴിക്കുമ്പോൾ അത് എങ്ങോട്ട് പോകുന്നില്ല, നമ്മുടെ ലങ്സിലോട്ട് കയറി പോകുന്നില്ല, വിൻ പൈപ്പിലോട്ട് കയറി പോകുന്നില്ല. എന്തുകൊണ്ടാണ്, അവിടെ ഒരു ചെറിയൊരാളുണ്ട്, അയാളുടെ പേരാണ് എപ്പിഗ്ലോട്ടിസ്. ഈ എപ്പിഗ്ലോട്ടിസ് ആണ് ട്രക്കിയയിലോട്ട് നമ്മുടെ ഫുഡിനെ എൻറ്റർ ചെയ്യാണ്ട് പ്രിവെൻറ്റ് ചെയ്ത് സഹായിക്കുന്നുള്ളത്. ആരാണ്, എപ്പിഗ്ലോട്ടിസ്. നെക്സ്റ്റ്, മെജോറിറ്റി ഓഫ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ഇൻ ബ്ലഡ് ഒക്കേഴ്സ്. അതായത് നമ്മുടെ ബ്ലഡിനകത്തുള്ള ഓക്സിജൻ ട്രാൻസ്പോർട്ട് ആരാണ് മെയിനായിട്ട് ചെയ്യുന്നത്, ഹീമോഗ്ലോബിനാണ് അല്ലെ. RBCസിനകത്ത് പ്രസൻ്റ് ആയിരിക്കുന്ന ഹീമോഗ്ലോബിനാണ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ ഒന്ന് കാര്യമായിട്ട് നോക്കി നോക്കണേ. നെക്സ്റ്റ്, ബോർ എഫക്റ്റ്. ബോർ എഫക്റ്റിനകത്ത് എന്താ ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളത്, ഹീമോഗ്ലോബിൻ്റെ അഫിനിറ്റി അസിഡിക് കണ്ടീഷനിൽ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഹീമോഗ്ലോബിൻ അഫിനിറ്റി എന്താണ്, ഫോർ ഓക്സിജൻ, ഹീമോഗ്ലോബിൻ അഫിനിറ്റി ഫോർ ഓക്സിജൻ ഡിക്രീസസ് ഇൻ അസിഡിക് കണ്ടീഷൻ. അതാണ് ബോർ എഫക്റ്റിനകത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളത്. ഇൻ റെസ്പോൺസ് ടു ലോ ഓക്സിജൻ ലെവൽസ് വിച്ച് ഹോർമോൺ ഈസ് സെക്രീറ്റഡ് ടു സ്റ്റിമുലേറ്റ് എരിത്രോപോയസിസ്. അതായത് ലോ ഓക്സിജൻ ലെവൽ വരുന്നു, നമ്മൾ നമ്മുടെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോൾ RBCസിൻ്റെ എണ്ണം കൂട്ടും നമ്മൾ പഠിച്ചിട്ടില്ലേ. അതേപോലെ തന്നെ ഓക്സിജൻ ലെവൽ നമ്മൾ കുറയാണ്, ലോ ഓക്സിജൻ ലെവൽ വരുമ്പോൾ അവിടെ ഏത് ഹോർമോണാണ് റിലീസ് ചെയ്യുക, എരിത്രോപോയറ്റിനാണ് റിലീസ് ചെയ്യുക. ആ ഹോർമോണാണ് പോയിട്ട് എരിത്രോപോയസിസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുള്ളത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കിയേ, വിച്ച് ഗ്യാസ് ഹാസ് ദ ഹയസ്റ്റ് അഫിനിറ്റി ഫോർ ഹീമോഗ്ലോബിൻ. അപ്പോൾ ഈ ഹീമോഗ്ലോബിനായിട്ട് ഏറ്റവും കൂടുതൽ അഫിനിറ്റി ഉള്ള ഗ്യാസ് ആരാണ്, കാർബൺ മോണോക്സൈഡ് ആണ്. ഓക്കെ, കാർബൺ മോണോക്സൈഡ് ആണ്, മാറിപ്പോകരുത്, ഒരിക്കലും ഓക്സിജൻ അല്ല, എന്താണ്, കാർബൺ മോണോക്സൈഡ് ആണ്. ദ പ്രൈമറി ഡ്രൈവ് ഫോർ ബ്രീത്തിങ് ഇൻ ഹെൽത്തി ഇൻഡിവിജ്വൽസ് ഈസ് കൺട്രോൾഡ് ബൈ. എന്താണ്, പ്രൈമറി ഡ്രൈവ് ഫോർ ബ്രീത്തിങ് ഇൻ ഹെൽത്തി ഇൻഡിവിജ്വൽസ് ഈസ് കൺട്രോൾഡ് ബൈ കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽസ് ആണ്. ഓക്കെ, ഓക്സിജൻ ലെവൽസ് ഒക്കെ വരും ഓപ്ഷനകത്ത്. ഏതിൻ്റെ ലെവലാണ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവലാണ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവലാണ്. സർഫാക്റ്റൻറ്റ് which reduces the alveolar surface tension is secreted by. എന്താണ്, ടൈപ്പ് 2 ആൽവിയോളാർ സെൽസ് ആണ് സർഫാക്റ്റൻസിന് എന്ത് ചെയ്യുന്നുള്ളത്, സെക്രീറ്റ് ചെയ്യുന്നുള്ളത്. ഈ സർഫാക്റ്റൻസ് എന്താ ചെയ്യുന്നുള്ളത്, ആൽവിയോളാർ സർഫസ് ടെൻഷൻ റിഡ്യൂസ് ചെയ്യുന്നു. എന്താണ്, ടൈപ്പ് 2 ആൽവിയോളാർ സെൽസ് ആണ് സർഫാക്റ്റൻറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്, സെക്രീറ്റ് ചെയ്യുന്നുള്ളത്. അവരെന്ത് ചെയ്യും, ആൽവിയോളാർ സർഫസ് ടെൻഷൻ റിഡ്യൂസ് ചെയ്യും. പൾമണറി കംപ്ലയൻസ് റെഫേഴ്സ് ടു. പൾമണറി കംപ്ലയൻസ് എന്ന് വെച്ചാൽ എന്താണ്, എബിലിറ്റി ഓഫ് ദ ലങ്സ് ടു എക്സ്പാൻഡ്. നമ്മളെ ലങ്സ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കോൺട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ആ എബിലിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പൾമണറി കംപ്ലയൻസ് എന്ന് പറയാം. എന്താണ്, പൾമണറി കംപ്ലയൻസ്. എ ഷിഫ്റ്റ് ഓഫ് ദി ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് ടു ദി റൈറ്റ്.
അപ്പോൾ ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവിനകത്ത് ഒരു ഷിഫ്റ്റ്, അതായത് റൈറ്റിലേക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടായെങ്കിൽ അതിനർത്ഥം എന്താണ്? എൻഹാൻസ്ഡ് ഓക്സിജൻ റിലീസ് ടു ടിഷ്യൂസ്. ഓക്കെ, എൻഹാൻസ്ഡ് ഓക്സിജൻ റിലീസ് ആകുമ്പോഴാണ്, നടക്കുമ്പോഴാണ് എന്താണ് ഈ കർവ് ഷിഫ്റ്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ്, ഹെറിംഗ് ബ്രൂവർ റിഫ്ലക്സ് പ്രിവെൻറ്റ്സ്. എന്താ പ്രിവെൻറ്റ് ചെയ്യുന്നുള്ളത്? ഓവർ ഇൻഫ്ലേഷൻ ഓഫ് ദ ലങ്സ്. ഓവർ ഇൻഫ്ലേഷൻ ഓഫ് ദ ലങ്സ് പ്രിവെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹെറിംഗ് ബ്രൂവർ റിഫ്ലക്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഓവർ ഇൻഫ്ലേഷൻ ഓഫ് ദ ലങ്സ് പ്രിവെൻറ്റ് ചെയ്യുന്നുള്ളത്. ഇനി ഹൈ ആൾട്ടിറ്റ്യൂഡ് കണ്ടീഷനിൽ, ഇൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് കണ്ടീഷൻസ് ദ ബോഡി കോമ്പൻസേറ്റ്സ് ബൈ, എങ്ങനെയാണ് ബോഡി കോമ്പൻസേറ്റ് ചെയ്യുക? ഇൻക്രീസിങ് റെഡ് ബ്ലഡ് സെൽ പ്രൊഡക്ഷൻ. RBCസിൻ്റെ പ്രൊഡക്ഷൻ അവിടെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, എന്താണ് ഹൈ ആൾട്ടിറ്റ്യൂഡ് കണ്ടീഷനകത്ത് എങ്ങനെയാണ് ബോഡി കോമ്പൻസേറ്റ് ചെയ്യുക? RBCസിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് അവരുടെ കോമ്പൻസേറ്റ് ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ്, റെസ്പിറേറ്ററി അസിഡോസിസ്. റെസ്പിറേറ്ററി അസിഡോസിസ് എങ്ങനെ ഉണ്ടാവുക? ഇൻക്രീസ്ഡ് കാർബൺ ഡൈ ഓക്സൈഡ് റിട്ടൻഷൻ മൂലമാണ് റെസ്പിറേറ്ററി അസിഡോസിസ് ഉണ്ടാകുന്നുള്ളത്. അതിൻ്റെ ഒക്കെ സിംറ്റംസും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. Which structure has the highest resistance to airflow in the respiratory tract? എന്താണ്? Which structure has the highest resistance, okay, to airflow in the respiratory tract? റെസ്പിറേറ്ററി ട്രാക്റ്റിനകത്തുള്ള എയർഫ്ലോ ആയിട്ട് ഹയസ്റ്റ് റെസിസ്റ്റൻസ് ഉള്ളതായിട്ടാണ് ബ്രോങ്കിയോൾസിനാണ്. ഓക്കെ, ബ്രോങ്കിയോൾസ്. നെക്സ്റ്റ്, ക്ലോറൈഡ് ഷിഫ്റ്റ് ആണ്. ക്ലോറൈഡ് ഷിഫ്റ്റ് ഇൻ RBCs ഈസ് നെസസറി ടു. ക്ലോറൈഡ് ഷിഫ്റ്റ് നെസസറി ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ക്ലോറൈഡ് ഷിഫ്റ്റ് നെസസറി ആണ്. ഓക്കെ, ടു ഫെസിലിറ്റേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട്. വിച്ച് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ഹോർമോൺ സ്റ്റിമുലേറ്റ്സ് ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ? അപ്പോൾ ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഏത് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ഹോർമോണാണ്? ഗ്യാസ്ട്രിൻ എന്ന് പറയുന്നുള്ള ഒരു ഹോർമോണാണ്. ഇതാണ് വിച്ച് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ഹോർമോൺ സ്റ്റിമുലേറ്റ്സ് ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ? ഗ്യാസ്ട്രിൻ ആണ്. ഓക്കെ, പാൻക്രിയാറ്റിക് എൻസൈംസ് ദാറ്റ് ബ്രേക്ക് ഡൗൺ പ്രോട്ടീൻസ് ആർ സെക്രീറ്റഡ് ഇൻ ആൻ ഇനാക്റ്റീവ് ഫോം ടു പ്രിവെൻറ്റ്. എന്താണ് പാൻക്രിയാറ്റിക് എൻസൈംസ്? അതായത് നമ്മുടെ പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? പാൻക്രിയാറ്റിക് എൻസൈംസ് ഉണ്ട്. അവരൊക്കെ സെക്രീറ്റ് ചെയ്യുന്നത് ഏത് ഫോമിലാണ്? ഇനാക്റ്റീവ് ഫോമിലാണ്. ഒരിക്കലും ആക്റ്റീവ് ഫോമിലല്ല അവർ സെക്രീറ്റ് ചെയ്യുന്നുള്ളത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രിവെൻറ്റ് ദ ഡൈജഷൻ ഓഫ് പാൻക്രിയാറ്റിക് ടിഷ്യൂ. ഓക്കെ, പാൻക്രിയാറ്റിക് ടിഷ്യൂസിൻ്റെ ഡൈജഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇനാക്റ്റീവ് ഫോമിൽ എന്ത് ചെയ്യുന്നുള്ളത്? സെക്രീറ്റ് ചെയ്യുന്നുള്ളത്. വിച്ച് ലെയർ ഓഫ് ദ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്ട് കണ്ടെയ്ൻസ് ബ്ലഡ് വെസൽസ് ആൻഡ് നെർവ്സ്? എന്താണ്? ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്റ്റിൻ്റെ ഏത് ലെയറിനകത്താണ് നമുക്ക് ബ്ലഡ് വെസൽസും നെർവ്സും കാണപ്പെടുന്നത്? സബ് മ്യൂക്കോസ ലെയറിനകത്താണ്. എവിടെയാണ്? സബ് മ്യൂക്കോസ ലെയർ. ബൈൽ സാൾട്സ് എയ്ഡ് ഇൻ ദ ഡൈജഷൻ ഓഫ്. ബൈൽ സാൾട്സ് എന്തിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നുള്ളത്? ലിപ്പിഡ്സിൻ്റെ ഡൈജഷനാണ്. എന്തിൻ്റെയാണ്? ലിപ്പിഡ്സിൻ്റെ ഡൈജഷനാണ്. ഓക്കെ, ദ മെയിൻ സൈറ്റ് ഓഫ് വാട്ടർ അബ്സോർപ്ഷൻ ഇൻ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ അകത്ത് അബ്സോർപ്ഷനൊക്കെ നടക്കുന്നത്, ഏറ്റവും കൂടുതൽ നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനകത്താണ് അബ്സോർപ്ഷൻ നടക്കുന്നത്. വാട്ടറിൻ്റെ അബ്സോർപ്ഷൻ, വാട്ടറിൻ്റെ റീ അബ്സോർപ്ഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. മെയിൻ സൈറ്റ് ഓഫ് വാട്ടർ അബ്സോർപ്ഷൻ ആണെങ്കിൽ ലാർജ് ഇൻറ്റസ്റ്റൈനാണ്. ദ മെയിൻ ഫങ്ഷൻ ഓഫ് ദ എൻറ്ററിക് നെർവസ് സിസ്റ്റം. എൻറ്ററിക് നെർവസ് സിസ്റ്റത്തിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണ്? നമ്മുടെ ഡൈജഷന് റെഗുലേറ്റ് ചെയ്യുക. ടു റെഗുലേറ്റ് ദ ഡൈജഷൻ ഇൻഡിപെൻഡൻ്റ്ലി. എങ്ങനെയാണ്? ടു റെഗുലേറ്റ് ദ ഡൈജഷൻ ഇൻഡിപെൻഡൻ്റ്ലി. ആരുടെ മെയിൻ ഫങ്ഷനാണ്? എൻറ്ററിക് നെർവസ് സിസ്റ്റത്തിൻ്റെ മെയിൻ ഫങ്ഷനാണ്. നെക്സ്റ്റ്, ട്രിപ്സിനോജൻ. ഇതും ട്രിപ്സിനോജൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഇനാക്റ്റീവ് ഫോമിലുള്ള ഒരു എൻസൈമാണ്. ട്രിപ്സിനോജൻ ഈസ് ആക്ടിവേറ്റഡ് ടു ട്രിപ്സിൻ. ട്രിപ്സിൻ എന്ന് പറയുമ്പോൾ ആക്റ്റീവ് ഫോമിലുള്ളതാണ്. അപ്പോൾ ട്രിപ്സിനോജനെ ട്രിപ്സിനാക്കി മാറ്റുന്നത് ആരാണ്? എൻറ്ററോകൈനേസ് ആണ്. ആരാണ്? എൻറ്ററോകൈനേസ് ആണ്. അത് എവിടെ വെച്ചിട്ടായിരിക്കും? നമ്മുടെ സ്റ്റൊമക്കിൽ വെച്ചിട്ടായിരിക്കും അല്ലേ? അപ്പോൾ ട്രിപ്സിനോജനെ ട്രിപ്സിനാക്കി മാറ്റുന്നത് എൻറ്ററോകൈനേസ് ആണ്. Which part of the digestive system produces intrinsic factor? ഇൻട്രിൻസിക് ഫാക്ടറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റൊമക്കിനകത്തുള്ള പെറൈറ്റൽ സെൽസ് ആണ്. ആരാണ്? പെറൈറ്റൽ സെൽസ് ഓഫ് ദ സ്റ്റൊമക്കാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്? ഇൻട്രിൻസിക് ഫാക്ടർ. ഓക്കെ, പ്രൈമറി ഫങ്ഷൻ ഓഫ് ദ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. അപ്പോൾ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റത്തിൻ്റെ പ്രൈമറി ഫങ്ഷൻ എന്താണ്? ടു ട്രാൻസ്പോർട്ട് ദി അബ്സോർബ്ഡ് ന്യൂട്രിയൻസ് ടു ദ ലിവർ. അതായത് നമ്മുടെ ഡൈജഷൻ കഴിഞ്ഞു, ന്യൂട്രിയൻസ് ഒക്കെ റിലീസ് ചെയ്തു, അതിനൊക്കെ അബ്സോർബ് ചെയ്യും അല്ലേ? അങ്ങനെ ആ അബ്സോർബ് ചെയ്ത ന്യൂട്രിയൻസിനെ നമ്മുടെ ലിവറിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ്
ആരുടെ ഫംഗ്ഷൻ? ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക. ഹെപ്പാറ്റിക് എന്ന് പറയുമ്പോൾ ലിവറാണ്, പോർട്ടൽ എന്ന് പറയുമ്പോൾ ട്രാൻസ്പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുക. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്തിൻ്റെ ട്രാൻസ്പോർട്ടാണ്? അബ്സോർബ്ഡ് ന്യൂട്രിയൻസിൻ്റെ. ഡെഫിഷ്യൻസി ഓഫ് വിച്ച് എൻസൈം ലീഡ്സ് ടു ലാക്ടോസ് ഇൻടോളറൻസ്? നമുക്കറിയാം ലാക്ടോസിന് ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ്? ലാക്ടേസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. നെക്സ്റ്റ്, ദ മെയിൻ ന്യൂറോ ട്രാൻസ്മിറ്റർ അറ്റ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ ഈസ്. മെയിൻ ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കേട്ടിട്ടുള്ളത്? അസറ്റൈൽ കോലിനാണ്. ഓക്കെ, അസറ്റൈൽ കോലിനാണ് മെയിൻ ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ദ ലിവർ? ലിവറിൻ്റെ ഫംഗ്ഷൻ അല്ലാത്തത്. പ്രോട്ടീൻ സിന്തസിസിനകത്ത് ലിവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ബ്ലഡ് ഫിൽട്രേഷനിൽ ലിവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ബൈൽ പ്രൊഡക്ഷൻ എന്തായാലും ലിവറിൻ്റെ ഫംഗ്ഷനാണ്. അപ്പം എന്തല്ല? ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ട് അല്ല. ഓക്കെ, ലിവർ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നില്ല. വിച്ച് വൈറ്റമിൻ ഈസ് എസെൻഷ്യൽ ഫോർ കാൽഷ്യം അബ്സോർപ്ഷൻ ഇൻ ദ ഇൻറ്റസ്റ്റൈൻസ്? ഇൻറ്റസ്റ്റൈനകത്ത് കാൽഷ്യം അബ്സോർബ് ചെയ്യണമെങ്കിൽ അവിടെ ഏത് വൈറ്റമിൻ വേണം? വൈറ്റമിൻ ഡി വേണം അല്ലേ? നമ്മൾ വൈറ്റമിൻ ഡിയും കാൽഷ്യം ഒക്കെ ഒരുപോലെ എന്താണ് ഇൻ്റർറിലേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ആൾക്കാർ ഒരു കോമ്പോണൻ്റാണ്. അങ്ങനെ പഠിക്കാം. ഓക്കെ, വിറ്റമിൻ ഡിയും അതുപോലെ തന്നെ കാൽഷ്യം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ ആര് കൂടെ വേണം? വൈറ്റമിൻ ഡി കൂടെ വേണം. എങ്കിൽ മാത്രമേ കാൽഷ്യം അബ്സോർപ്ഷൻ കറക്റ്റ് നടക്കുകയുള്ളൂ. The enzyme responsible for breaking down hydrogen peroxide in cells. ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മുടെ സെൽസിനകത്ത് പ്രസൻ്റ് ആയിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് കാറ്റലൈസ് എന്ന് പറയുന്ന എൻസൈം. ഏതാണ്? കാറ്റലൈസ് എന്ന് പറയുന്ന എൻസൈം. ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി പറഞ്ഞല്ലോ, എന്താണ്? നെഫ്രോൺ ആണ്. വിച്ച് ഹോർമോൺ റെഗുലേറ്റ്സ് സോഡിയം ആൻഡ് പൊട്ടാഷ്യം ബാലൻസ് ഇൻ ദ കിഡ്നീസ്? കിഡ്നീനകത്ത് സോഡിയത്തിൻ്റെയും പൊട്ടാഷ്യത്തിൻ്റെയും ബാലൻസ് റെഗുലേറ്റ് ചെയ്യുന്നത് ഏത് ഹോർമോണാണ്? ആൽഡോസ്റ്റിറോൺ ആണ്. ഏതാണ്? ആൽഡോസ്റ്റിറോൺ ആണ്. ഓക്കെ, ദ ഓർഗൻ ദാറ്റ് പ്രൈമർലി റെഗുലേറ്റ്സ് ബോഡി ടെമ്പറേച്ചർ. ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നത് ഏത് ഓർഗനാണ് അല്ലെങ്കിൽ ഏത് സെൻറ്ററാണെന്ന് ഉദ്ദേശിച്ചാൽ മതി കേട്ടോ. ഈ ക്വസ്റ്റ്യനകത്ത് ആരായിരുന്നു? ഹൈപ്പോതലാമസ് ആണ് അല്ലേ? ഹൈപ്പോതലാമസ് നമ്മുടെ തേഴ്സ്റ്റ്, ഹങ്കർ ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരായിരുന്നു? ഹൈപ്പോതലാമസ്. വാട്ട് ടൈപ്പ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂ ലൈൻസ് ദ ആൽവിയോളൈ ഓഫ് ദ ലങ്സ്? നമ്മുടെ ആൽവിയോളൈ ഉണ്ടല്ലോ ലങ്സിനകത്തുള്ള, അവർ ഏത് ടൈപ്പ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് കവർ ചെയ്തിരിക്കുന്നത്? സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. ഏതാണ്? സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് നമ്മുടെ ലങ്സിനകത്തുള്ള ആൽവിയോളൈനെ കവർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, എസ് എ നോഡ് സെറ്റ്സ് ദ ഹാർട്ട് റേറ്റ് അറ്റ് അപ്രോക്സിമേറ്റ്ലി. എസ് എ നോഡ് സെറ്റ്സ് ദ ഹാർട്ട് റേറ്റ് എത്രയായിരിക്കും? 60 to 100 BPM. ഓക്കെ, 60 to 100 ആണ്. മെയിൻ ഫങ്ഷൻ ഓഫ് ദ സെറിബെല്ലം. മെയിൻ ഫങ്ഷൻ ഓഫ് ദ സെറിബെല്ലം എന്താണ്? സെറിബെല്ലം ബാലൻസും അതുപോലെ തന്നെ കോർഡിനേഷനുമാണ്. സെറിബെല്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? ബാലൻസും കോർഡിനേഷനുമാണ്. നെക്സ്റ്റ്, വിച്ച് ഹോർമോൺ ഈസ് സെക്രീറ്റഡ് ബൈ ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള സെക്രീറ്റ് ചെയ്യുന്നുള്ള ഹോർമോൺ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ഓക്സിറ്റോസിൻ ആണ്. ഓക്കെ, ഓക്സിറ്റോസിൻ. പിന്നെ മെയിൻ ഫങ്ഷൻ ഓഫ് ദ പാരാതൈറോയിഡ് ഹോർമോൺ. പാരാതൈറോയിഡ് ഹോർമോണിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണ്? ബ്ലഡ് കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്യുക. എന്താണ് മെയിൻ ഫങ്ഷൻ? ബ്ലഡ് കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്യുകയാണ് പാരാതൈറോയിഡ് ഹോർമോണിൻ്റെ മെയിൻ ഫങ്ഷൻ. വിച്ച് ഹോർമോൺ ഈസ് സെക്രീറ്റഡ് ഇൻ റെസ്പോൺസ് ടു ലോ ബ്ലഡ് ഷുഗർ ലെവൽസ്? ഹൈ ബ്ലഡ് ഷുഗർ ഉണ്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, ഡയബറ്റിക് പേഷ്യൻസിൽ നമ്മൾ ഇൻസുലിൻ ഇൻജെക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഹൈ ബ്ലഡ് ഷുഗർ ആണെങ്കിൽ നമ്മൾ ഇൻസുലിനാണ് ഇൻജെക്റ്റ് ചെയ്യുക. ഇനി ലോ ബ്ലഡ് ഷുഗർ ആകുമ്പോഴോ നമ്മൾ ഗ്ലൂക്കോഗോൺ ആണ് അവിടെ സെക്രീറ്റ് ചെയ്യുന്നുള്ള ഹോർമോൺ. ഏത് ഹോർമോണാണ്? ഗ്ലൂക്കോഗോൺ. ലോ ബ്ലഡ് ഷുഗർ ആണെങ്കിൽ ഗ്ലൂക്കോഗോണും, ഹൈ ആണെങ്കിൽ ഇൻസുലിനും. പ്രൈമറി ഫങ്ഷൻ ഓഫ് ആൽഡോസ്റ്റിറോൺ. ആൽഡോസ്റ്റിറോൺ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ അല്ലേ, സോഡിയം പൊട്ടാഷ്യത്തിൻ്റെ ബാലൻസ് നമ്മുടെ കിഡ്നിനകത്ത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹോർമോൺ ഈസ് എ കാറ്റക്കലാമിൻ? ഏതാണ് ഹോർമോൺസ് ഈസ് എ കാറ്റക്കലാമിൻ എന്ന് വെച്ചാൽ എപ്പിനെഫ്രിൻ ആണ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹോർമോൺസ് ഈസ് എ കാറ്റക്കലാമിൻ എന്ന് വെച്ചാൽ എപ്പിനെഫ്രിൻ. ഹൈപ്പോതലാമസ് കൺട്രോൾസ് ദ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ത്രൂ. എന്താണ് നമ്മുടെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിനെ ആര് കൺട്രോൾ ചെയ്യുന്നുണ്ട്? ഹൈപ്പോതലാമസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. എങ്ങനെ? ത്രൂ ദ ഹോർമോണൽ റിലീസ് ഇൻ ടു ബ്ലഡ് സ്ട്രീം. ബ്ലഡ് സ്ട്രീമിലേക്ക് ഹോർമോൺ റിലീസ് ചെയ്തിട്ടാണ് നമ്മുടെ ഹൈപ്പോതലാമസിനെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി കൺട്രോൾ ചെയ്യുന്നുള്ളത്. എ ഡെഫിഷ്യൻസി ഓഫ് വിച്ച് ഹോർമോൺ ലീഡ്സ് ടു ഡയബറ്റീസ് ഇൻസിപ്പിഡസ്?
ഓക്കെ, ഡയബറ്റിസ് മെലിറ്റസും ഡയബറ്റിസ് ഇൻസിപ്പിറ്റസും ഒരിക്കലും മാറിപ്പോവില്ലെന്ന് അറിയാം, എങ്കിലും പറയാണ്. അപ്പോൾ ഡയബറ്റിസ് ഇൻസിപ്പിറ്റസ് എന്തുകൊണ്ടാണ്, എന്ത് ഡെഫിഷ്യൻസിയാണ്, ADH അല്ലേ, ആൻറ്റി ഡയബറ്റിക് ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് ഡയബറ്റിസ് ഇൻസിപ്പിറ്റസ് ഉണ്ടാകുന്നത്. ADHൻ്റെ മറ്റൊരു പേരാണ് വാസോപ്രസിൻ അല്ലേ. പ്രൈമറി ഫങ്ഷൻ ഓഫ് കോർട്ടിസോളിൻ്റെ പ്രൈമറി ഫങ്ഷൻ എന്താണ്, സപ്രഷൻ ഓഫ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആൻഡ് സ്ട്രെസ് അഡാപ്റ്റേഷൻ. എന്താണ്, ഇമ്മ്യൂൺ റെസ്പോൺസിനെ സപ്രസ് ചെയ്തിട്ട് അഡാപ്റ്റേഷൻ സ്ട്രെസ് അഡാപ്റ്റേഷൻ, അതാണ് കോർട്ടിസോളിൻ്റെ പ്രൈമറി ഫങ്ഷൻ. വിച്ച് ഹോർമോൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ യൂട്രിൻ കോൺട്രാക്ഷൻസ് ഡ്യൂറിങ് ലേബർ. അപ്പോൾ നമ്മൾ ഡെലിവറി ടൈമിലൊക്കെ എന്താണ്, പ്രഗ്നൻ്റ് ആൾക്കാരുടെ ഡെലിവറി ടൈമിലൊക്കെ യൂട്രിൻ കോൺട്രാക്ഷനിലൊക്കെ റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് ഏത് ഹോർമോണാണ്, ഓക്സിറ്റോസിൻ. ഓക്കെ, ആരാണ്, ഓക്സിറ്റോസിൻ. അഡ്രിനൽ മെഡുല്ല സെക്രീറ്റ്സ്. അഡ്രിനൽ മെഡുല്ല എന്താ സെക്രീറ്റ് ചെയ്യുന്നത്, എപ്പിനെഫ്രിനും അതുപോലെ തന്നെ നോർ എപ്പിനെഫ്രിനും. പിന്നെ എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏത് ഹോർമോണാണ്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കണേ. അഡ്രിനൽ മെഡുല്ല എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. വിച്ച് ന്യൂറോ ട്രാൻസ്മിറ്റർ ഈസ് പ്രൈമർലി അസോസിയേറ്റഡ് വിത്ത് മൂഡ് റെഗുലേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് ന്യൂറോ ട്രാൻസ്മിറ്ററാണ്, സെറോട്ടോണിൻ. ആരാണ്, സെറോട്ടോണിൻ. നെക്സ്റ്റ്, മൈലിൻ ഷെത്ത് അറൗണ്ട് ദ ന്യൂറോൺസ് ഇൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. ആരാണ് ഉണ്ടാക്കുന്നത്, ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് ആണ്. അപ്പോൾ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ കറക്റ്റായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. അപ്പോൾ എന്താണ്, ന്യൂറോൺസിൻ്റെ കാണപ്പെടുന്നുള്ള മൈലിൻ ഷെത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് ആണ്. വിച്ച് ലോബ് ഓഫ് ദ ബ്രെയിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രോസസ്സിങ് വിഷ്വൽ ഇൻഫോർമേഷൻ. അപ്പോൾ വിഷ്വൽ ഇൻഫോർമേഷന് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഏത് ലോബാണ്, ഫ്രണ്ടൽ ആണോ, ടെമ്പറൽ ആണോ, ഓക്സിപിറ്റൽ ആണോ, പെറൈറ്റൽ ആണോ. ഇതിനകത്ത് ഓക്സിപിറ്റൽ ലോബാണ് വിഷ്വൽ ഇൻഫോർമേഷനുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ആരാണ്, ഓക്സിപിറ്റൽ ലോബ്. ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഈസ് പ്രൈമർലി മെയിൻറ്റെയിൻഡ് ബൈ. എന്താണ്, ബ്ലഡ് ബ്രെയിൻ ബാരിയർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്, ആസ്ട്രോസൈറ്റ്സ് ആണ്. മറ്റുള്ള ഓപ്ഷൻസ് കൂടി ഒന്ന് നോക്കി വെക്കണേ. മൈക്രോഗ്ലിയ എന്താണെന്നൊക്കെ ഒന്ന് നോക്കി വെക്കാം. പ്രൈമറി റോൾ ഓഫ് ദ സെറിബ്രത്തിൻ്റെ പ്രൈമറി റോൾ എന്താണ്, അതായത് നമ്മുടെ തിങ്കിങ്, മെമ്മറിയൊക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് സെറിബ്രം അല്ലേ. അപ്പോൾ സെറിബ്രം, മെഡുല ഒബ്ലാങ്കറ്റ, ഹൈപ്പോതലാമസ്, തലാമസ്, ഇതിൻ്റെയൊക്കെ ഫംഗ്ഷൻ കാര്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, നമുക്കൊരു മാർക്ക് അല്ലെങ്കിൽ 2-3 മാർക്ക് അതിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ നമ്മൾ ഫുഡ് സേഫ്റ്റിയിൽ കണ്ടാണല്ലോ, ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റുന്ന പോലെ ആയിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ കേട്ടോ. നെക്സ്റ്റ്, വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ റെഗുലേറ്റിംഗ് ഹാർട്ട് റേറ്റ് ആൻഡ് ബ്രീത്തിങ്. ആരാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു വോളണ്ടറി ആക്ടിവിറ്റീസ് അല്ല, എന്തായിരുന്നു പറഞ്ഞാൽ നമ്മൾ റെസ്പിറേറ്ററി ലിങ്ക് ചെയ്തിരിക്കുന്നത് മെഡുല്ല ഒബ്ലാങ്കറ്റ ആയിട്ടാണ്. ഇവിടെ ഹാർട്ട് റേറ്റും ബ്രീത്തിങ്ങും ആണ് ചോദിച്ചിരിക്കുന്നത്, അതും ആരാണ്, മെഡുല്ല ഒബ്ലാങ്കറ്റ ആണ്. ഡാമേജ് ടു ബ്രൊക്കാസ് ഏരിയ ഇൻ ദ ബ്രെയിൻ പ്രൈമർലി എഫക്ട്സ്. ബ്രൊക്കാസ് ഏരിയയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്പീച്ച് പ്രൊഡക്ഷനെയാണ് അത് പ്രൈമർലി അഫക്റ്റ് ചെയ്യുന്നത്. ബ്രൊക്കാസ് ഏരിയ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, സ്പീച്ച് പ്രൊഡക്ഷൻ. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ഈസ് ഡിവൈഡഡ് ഇൻ ടു. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്, സിമ്പത്തറ്റിക് അതുപോലെ തന്നെ പാരാസിമ്പത്തറ്റിക്. സിമ്പത്തറ്റിക്കും അതുപോലെ തന്നെ പാരാസിമ്പത്തറ്റിക്കും. The iron is primarily responsible for the depolarization phase of an action potential. ഒരു ആക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ഡീപോളറൈസേഷൻ ഫേസിൽ എസെൻഷ്യൽ ആയിരിക്കുന്ന, പ്രൈമർലി റെസ്പോൺസിബിൾ ആയിരിക്കുന്ന ഒരു അയണാണ് സോഡിയം. ഏതാണ്, സോഡിയം. ദ ഫങ്ഷൻ ഓഫ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, CSF എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ എന്താണ്, ടു പ്രൊട്ടക്ട് ദ സ്പൈനൽ കോഡ് ആൻഡ് ബ്രെയിൻ ഫ്രം ട്രോമ അല്ലേ. പ്രൊട്ടക്ഷനാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ. എന്തിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യും, ബ്രെയിനെയും അതുപോലെ തന്നെ സ്പൈനൽ കോഡും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോനകത്ത് ഡിസ്കസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സോ താങ്ക് യു.